വിനോദ്, നൂറുകണക്കിനെന്ന് പറഞ്ഞാൽ പോരാ, അതായത് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. എനിക്ക് പിന്നിലായി കാണാൻ സാധിക്കും വലിയൊരു കൂട്ടം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രാങ്കണത്തിൽ തന്നെയുണ്ട്. ഇതിന് പുറത്ത് റോഡുകളിലായി കിലോമീറ്ററുകളോളം നിരവധി ഭക്തരാണ് റോഡിന് ഇരുവശവും ഇത്തരത്തിൽ പൊങ്കാല അർപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ചന്ദ്രപ്പൊങ്കൽ, അതായത് സന്ധ്യാസമയത്ത് വലിയ കുനമ്പായിക്കുളത്ത് അമ്മയ്ക്ക് മുന്നിൽ അർപ്പിക്കുന്ന പൊങ്കാലയാണ് ഈ ചന്ദ്രപ്പൊങ്കൽ. അങ്ങനെ ഓരോ അടുപ്പുകളിലും അഗ്നി പകർന്നുകൊണ്ട് ഓരോ അമ്മമാരും അങ്ങനെ പ്രാർത്ഥനയോടെ ആ പൊങ്കാല അർപ്പിക്കുകയാണ്. അമ്മയ്ക്ക് മുന്നിൽ മനസ്സ് നിറഞ്ഞ് പൊങ്കാല അർപ്പിക്കുകയാണ് ഓരോരുത്തരും. എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ ഇന്നിവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ടി ഇവിടെ ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഭക്തരങ്ങനെ ക്ഷേത്രാങ്കണത്തിൽ ഈ പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന അടുപ്പുകളിൽ അങ്ങനെ പൊങ്കാല അർപ്പിക്കുകയാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആചാരപ്പെരുമയുള്ള ക്ഷേത്രമാണ്, പഴമ ഏറിയ ക്ഷേത്രമാണ്. ഈ ചന്ദ്രപ്പൊങ്കൽ എന്ന് പറയുന്നത് സ്വാഭാവികമായും ക്ഷേത്രങ്ങളിൽ പൊങ്കാല അർപ്പിക്കുന്നത് ഈ പകൽ സമയത്തൊക്കെയാണ്. പക്ഷേ ചന്ദ്രപ്പൊങ്കലിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൂര്യൻ അസ്തമിച്ച ശേഷം നടക്കുന്ന ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ അത്രയേറെ പ്രാധാന്യം ഉണ്ട്. ഓരോ ഭക്തരും അങ്ങനെ ഇവിടേക്ക് എത്തി ഈ പൊങ്കാല അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളിൽ ഇവിടെ പങ്കെടുക്കുവാൻ വേണ്ടി ഒരുപാട് ഭക്തജനങ്ങളൊക്കെ ഇവിടെ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചന്ദ്രപ്പൊങ്കലിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെയല്ല, ഇവിടെ ഈ സന്ധ്യാസമയത്താണ് നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? ക്ഷേത്രോത്പത്തിക്ക് മുൻപ് ഏതാണ്ട് 10-30 വർഷം മുമ്പ് ഇവിടെ ക്ഷേത്രമില്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ ഈ കൊടിയേറ്റില്ല, ക്ഷേത്രപ്രതിഷ്ഠയില്ല. അന്ന് പച്ചക്കുരുത്തോല പന്തൽ കെട്ടി അതിനുള്ളിൽ ദേവിയെ താൽക്കാലികമായിട്ട് വരവേറ്റ് കൊണ്ടുവന്നിരുത്തിയിട്ടാണ് പൊങ്കൽ ഉത്സവം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഉത്സവത്തിൻ്റെ അടുത്ത ദിവസം കുരുതി തർപ്പണത്തോടുകൂടി, ഉത്സവം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് കുരുതി തർപ്പണത്തോടു കൂടിയായിരുന്നു അന്ന് ഞങ്ങൾ മംഗളപൂജയെല്ലാം ഉത്സവത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിയുന്നത്. പിന്നെ ക്ഷേത്രോത്പത്തി വന്നതിന് ശേഷം ദൈവപ്രശ്നത്തിൽ ദേവിക്ക് അതേപോലെ തന്നെ കൊടിയേറ്റി ആദ്യ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് പൊങ്കാല അർപ്പിക്കണം എന്നുള്ള ഒരു ദേവപ്രശ്നം ഇത് കണ്ടു. അതേപോലെ അതാണ് ഇപ്പോൾ വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് അതാണ് കാണിപ്പോൾ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു ഭക്തിയും വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ഭയങ്കര ജനത്തിരക്കും വളരെയേറെ ഭക്തിപരമായിട്ടുള്ള ചടങ്ങുകളിലൂടെയാണ് ഇത് പോകുന്നത്. തീർച്ചയായും വളരെ വിപുലമായിട്ടുള്ള രീതിയിലാണ് ഇത്തവണ ഉത്സവം നടത്തുന്നത്. 10 ദിവസത്തെ ഉത്സവമാണല്ലോ. അതിൽ തോറ്റമ്പാട്ട്, അതോടൊപ്പം തന്നെ അതോടനുബന്ധിച്ചുള്ള ഒരുപാട് ചടങ്ങുകൾ. കഴിഞ്ഞ ദിവസം തന്നെ ദേവിയുടെ തൃക്കല്യാണം ഒക്കെ നടന്നിരുന്നല്ലോ. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടി, അതിനൊക്കെ സാക്ഷിയാക്കുവാൻ വേണ്ടി ഒരുപാട് ഭക്തർ, അത് ആ ഘോഷയാത്ര വരുമ്പോഴും നമ്മൾ കണ്ടതാണ്. റോഡിന് ഇരുവശവും അങ്ങനെ വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് കയറി കഴിഞ്ഞാൽ, കൊടിയേറി കഴിഞ്ഞാൽ ഒരുപാട് ദിവസം താലപ്പൊലി വരും. നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു സാങ്കല്പികമാണ്. നമ്മൾ പോലും അറിയാതെ ഇവിടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ സാന്നിധ്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. നമ്മൾ പോലും അറിയാതെയാണ് പല കരകളിൽ നിന്നുള്ളത്, പല ഭക്തജന സമിതികൾ ഇങ്ങനെ താലപ്പൊലി മിക്കവാറും ദിവസങ്ങളിൽ താലപ്പൊലി, വലുതും ചെറുതുമായിട്ടുള്ള താലപ്പൊലികൾ ഇവിടെ വരുന്നുണ്ട്. വലിയൊരു വിശ്വാസമാണ് ആൾക്കാരുടെ. താലപ്പൊലി എടുത്തു കഴിഞ്ഞാൽ, താലപ്പൊലിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഒരു ആത്മനിർവൃതി ലഭിക്കാറുണ്ട്. തീർച്ചയായും എന്തായാലും ക്ഷേത്രാങ്കണത്തിൽ അങ്ങനെ ഇപ്പോൾ ചന്ദ്രപ്പൊങ്കൽ തുടരുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓരോ അമ്മമാരും അങ്ങനെ പൊങ്കാല അർപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ പൊങ്കാല അർപ്പിക്കുന്ന അമ്മമാർ അങ്ങനെ പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയാണ്. ഈ അടുപ്പുകൾ, അതായത് ക്ഷേത്രാങ്കണത്തിൽ തന്നെയാണ് അടുപ്പുകൾ ഒരുക്കിയിട്ടുള്ളത്. അമ്മ ആദ്യമായിട്ടാണോ അതോ നേരത്തെ തന്നെ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്? എല്ലാ വർഷവും എത്താറുണ്ടോ? എല്ലാ വർഷവും ഇടാറുണ്ട്. ഇവിടേക്ക് എത്തുമ്പോൾ, അതായത് ഈ ക്ഷേത്രത്തിൽ ആദ്യ വരിയിൽ തന്നെയാണല്ലോ പൊങ്കാല? എല്ലാ പ്രാവശ്യം ഈ വഴിയിൽ തന്നെയാണ്, ആദ്യത്തെ വരിയിലാണ് ഇടുന്നത്. കാത്തിരിക്കും ഒരു വർഷക്കാലം? എല്ലാ അമ്പലങ്ങളിലും ഞാൻ പോകും. അപ്പൊ ഇതൊരു സന്ധ്യാസമയത്താണല്ലോ, ഇവിടെ ഒരു പ്രത്യേകത, സന്ധ്യാസമയത്താണല്ലോ ഈ പൊങ്കാല അർപ്പിക്കുന്നത്. സന്ധ്യാസമയത്താണ്. എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണോ നിങ്ങൾ പങ്കെടുക്കാറുണ്ട്? അതെ, എല്ലാ വർഷവും ഇവിടെ തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറെ പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ചന്ദ്രപ്പൊങ്കൽ എന്ന് പറയുന്ന പ്രധാന ചടങ്ങ്. ഇപ്പോൾ ഭക്തർ തന്നെ പറയുന്നുണ്ട് എല്ലാ വർഷവും അങ്ങനെ അവർ കാത്തിരുന്നാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഇവിടെ സജ്ജമാണ്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജമാണ്. 10,000-കണക്കിന് ശ്രീഭക്തജനങ്ങളാണ് കുരമ്പാലത്തമ്മയുടെ തിരുനടയിൽ ചന്ദ്രപ്പൊങ്കൽ അർപ്പിക്കാൻ വേണ്ടി എല്ലാ വർഷവും ഇവിടെ എത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രഭരണ സമിതിയോട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നടക്കാനുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഇനി നടക്കാനുള്ളത് നാളെ ദേവിയുടെ തോറ്റുപാട്ടെന്നുള്ള ചടങ്ങാണ്. അതിനുശേഷം നടക്കാനുള്ള പള്ളിവേട്ട, പിന്നെ തിരുവാറാട്ട്. ഈ മൂന്നിലവിടെ ഈ വർഷത്തെ
ഒരു കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് കുംഭഭരണി മഹോത്സവം അവസാനിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് അതായത് പ്രത്യേകതകൾ ഏറെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ തമിഴ്നാടുമായി ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? തമിഴ്നാട് പ്രത്യേകിച്ച് അങ്ങനെ ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ബന്ധമില്ല. നമ്മളിവിടെ ദേവിയുടെ ഒരുപാട് പ്രത്യേകത ഭഗവതിയാണ് കൂരമ്പായകുളത്ത് വസിക്കുന്നത്. ദേവിയുടെ ആലയത്തിന് മൂടിയില്ല. ദേവി വെയിലായാലും മഴയായാലും എല്ലാം ദേവിയുടെ ഏൽക്കുന്ന രീതിയിലുള്ള തച്ചുശാസ്ത്ര വിധിപ്രകാരമുള്ള ഒരു വിധി സമ്പ്രദായത്തിലാണത് പോകുന്നത്. ഈ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ക്ഷേത്രമാണ്. അതെ അതെ, കാവ് സമ്പ്രദായത്തിലുള്ള പ്രകൃതിയോട് ഇണങ്ങിയുള്ള ക്ഷേത്രമാണ്. വിപുലമായിട്ടുള്ള രീതിയിലാണ് ഇത്തവണത്തെ ഉത്സവം അല്ലേ? തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം വളരെ വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിച്ചു പോവുകയാണ് ഇവിടുത്തെ തിരുവുത്സവങ്ങൾ. ഇവിടെ ഏകദേശം എത്രത്തോളം ഭക്തർ ഈ പൊങ്കാലയുടെ ഭാഗമാകുന്നുണ്ട്? ഏകദേശം 15,000-ഓളം ഭക്തജനങ്ങൾ പൊങ്കാലയുടെ ഭാഗമാകുന്നുണ്ട്. അതായത് നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കാണാൻ സാധിക്കും റോഡിന് ഇരുവശമുണ്ട്. അതായത് കിലോമീറ്ററുകളോളം ഈ പൊങ്കാല അർപ്പിക്കുന്ന ഭക്തരുണ്ടല്ലോ. അതെ അതെ, ക്ഷേത്രത്തിന് ചുറ്റുള്ള 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ റോഡുകളിലും ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ വർഷവും ഇനി വരും വർഷങ്ങളിൽ ഇത് കൂടുകയും ചെയ്യും. തീർച്ചയായും അത് തന്നെയാണ്. ഓരോ വർഷവും അങ്ങനെ നിരവധി ഭക്തരാണ് ഈ പൊങ്കാലയുടെ ഭാഗമാകുന്നത്. അതായത് ചന്ദ്രപ്പൊങ്കലിൻ്റെ ഭാഗമാകുമ്പോൾ നിരവധി ഭക്തർ അങ്ങനെ പ്രാർത്ഥനയോടെ ഈ കുരമ്പായിക്കുളത്ത് അമ്മയുടെ മണ്ണിലേക്കെത്തും. ആദ്യ വരിയിലെത്തുവാൻ വേണ്ടി കാത്തുനിന്ന അമ്മമാരെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അവരൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു എല്ലാ തവണയും അവരെത്തുന്നതാണ്, ആദ്യ വരിയിൽ തന്നെ ഇരിക്കാനായി എത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഓരോരുത്തരും, അതായത് ഈ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളിലുള്ളവരൊക്കെ തന്നെ അവർ ഈ ചന്ദ്രപ്പൊങ്കാലയുടെ ഭാഗമാകും. നമുക്കിപ്പോൾ കാണാം ഓരോരുത്തരും അങ്ങനെ പൊങ്കാല അർപ്പിക്കുന്നു. ആ കുടം അങ്ങനെ നിറഞ്ഞ് ഒഴുകുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഓരോ ക്ഷേത്രവും ഓരോ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരും അങ്ങനെ കണ്ണീരോടുകൂടി കൂനമ്പായിക്കുളത്ത് അമ്മയ്ക്ക് മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓരോ തവണയും അത് തന്നെയാണ്. അതായത് എവിടെ നോക്കിയാലും ഭക്തരങ്ങനെ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മനസ്സ് നിറഞ്ഞുകൊണ്ട് പൊങ്കാല അർപ്പിക്കുകയാണ്. ഓരോ നേരവും അവർ അങ്ങനെ ഈ പൊങ്കലിൻ്റെ ഭാഗമാകുകയാണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും അമ്മ മനസ്സ് നിറഞ്ഞ് പൊങ്കാല ഇടുകയാണ്. അതെ അതെ, ആ മനസ്സ് നിറഞ്ഞു തന്നെയാണ്. ഒരുപാട് നാളുകൊണ്ടേ ഇടുക. ഇപ്പൊ 10-20 വർഷമായി ഇടുന്നുണ്ട് പൊങ്കാല. ഇവിടെ വന്ന് ഇടുക. എൻ്റെ വീട് ഇവിടെ അടുത്താ, ഐത്തിലാ. ഇവിടെ വീട് എവിടെയാ? ഐത്തില്. ഇവിടെയൊക്കെ അപ്പോ ഉത്സവത്തിന്റെ ഭാഗമായി നേരത്തെ വന്നു നല്ലതാ. ഇവിടെ ഐത്തില് ഈ കൂനമ്പായിക്കുളം നല്ല ഒരു അമ്പലമാണ്. എല്ലാവരും ഇപ്പൊ വളരെ തിരക്ക് കുറവാ. മറ്റു ഭയങ്കര തിരക്കായിരുന്നു പണ്ട്. ഇതിനെക്കാട്ടിയും പൂജ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ തിരക്ക് ഇച്ചിരി കുറവുണ്ട്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. എന്നാലും നേരത്തെ നമ്മളോട് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും ഒരുപാട് പേര് അങ്ങനെ ഈ പൊങ്കാലയുടെ ഭാഗമാകുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷത്തോടെയാണ് ഇത്തവണ ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്നത്. അതെ അതെ അതെ, എനിക്ക് പിന്നെ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇവിടെ നിലവിളക്ക് കൊളുത്താനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട്. അതിന് എന്നെയാണ് തിരഞ്ഞെടുത്തത്. അപ്പം എനിക്ക് അങ്ങനെ നിലവിളക്ക് കൊളുത്തിയിട്ടാണ് ഞാനിവിടെ പൊങ്കാല ഇടാൻ വന്നത്. തീർച്ചയായും ആ നിലവിളക്ക് കൊളുത്തിയ ശേഷം പൊങ്കാലയുടെ ഭാഗമാകുകയാണ്. ആ ചന്ദ്രപ്പൊങ്കലിൻ്റെ ഭാഗമാകുമ്പോൾ വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഓരോരുത്തരും നമ്മളോട് പ്രതികരിക്കുന്നത്. ഈ ഒരു ദിവസം അത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതയുള്ളതാണ്. അതുതന്നെയാണ് ഈ നാട്ടുകാർക്കൊക്കെ തന്നെ ഉത്സവമാണ്. ഈ 10 ദിനങ്ങളിൽ ഇവിടെ ഈ കുനമ്പായിക്കുളത്ത് അമ്മയുടെ മണ്ണിലേക്ക് എത്തുമ്പോൾ ഈ ഉത്സവ നാളുകളിൽ ഓരോ വിവിധ ചടങ്ങുകളായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെയല്ല, ചില വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകളടക്കം. അതോടൊപ്പം തന്നെ ഈ തോറ്റമ്പാട്ടിൻ്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ കൂടെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ സന്ധ്യാസമയത്താണ് ഇവിടെ പൊങ്കാല നടക്കുന്നത്. സന്ധ്യാസമയത്തുള്ള ആ പേരിൽ തന്നെയുണ്ട് ചന്ദ്രപ്പൊങ്കൽ. അത് കൂനമ്പായിക്കുളത്ത് അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ആ അമ്മയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന ഈ പൊങ്കാല നിവേദ്യം അത് ഓരോ ഭക്തരും അങ്ങനെ മനസ്സ് നിറഞ്ഞുകൊണ്ട് അവർ ഈ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ഓരോ അമ്മമാരുടെ കണ്ണിൽ നിന്നും ആനന്ദക്കണ്ണീരാണ്. അവർ ആ ഭക്തിയോടുകൂടി അമ്മയ്ക്ക് മുന്നിൽ അങ്ങനെ അവരർപ്പിക്കുന്ന പൊങ്കാലയാണ്. എന്തായാലും ഈ സമയത്തൊക്കെ തന്നെ ചൂടൊക്കെ, അതായത് അടുപ്പിൽ നിന്നും ആ അഗ്നി പകർന്ന ശേഷമുള്ള ആ ചൂടൊക്കെ അനുഭവിച്ചുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല ഇടുകയാണ്. ചൂടൊക്കെ ഉണ്ട്, എന്നാലും അമ്മയ്ക്ക് വേണ്ടി ഭക്തിയോടെ പൊങ്കാല ഇടുകയാണ്. ഭക്തിയോടെ പൊങ്കാല ഇടുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും അമ്മ തരുന്നുണ്ട്. നമ്മുടെ കുനമ്പായിക്കുളത്ത് അമ്മയുടെ
അനുഗ്രഹം അതൊക്കെ തന്നെയാണ് എല്ലാ തവണയും അവർക്കിവിടെ പൊങ്കാല ഇടുവാൻ വേണ്ടി എത്താൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം ഓരോ ഭക്തരും നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രായഭേദമന്യേ ഒരുപാട് പേര് ഈ ചന്ദ്രപ്പൊങ്കൽ ദിവസം ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് ക്രമീകരണങ്ങൾ കൂടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതോടൊപ്പം മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ക്ഷേത്രാങ്കണത്തിലാണ്. ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് നമ്മൾ കുറച്ച് പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഇവിടെ തന്നെ ദീപാലങ്കൃതമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പ്രകൃതിയോട് ഇണങ്ങി ഉള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അലങ്കാരങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. പുഷ്പാലങ്കൃതമായിട്ടുള്ള ഒരു ക്ഷേത്രാങ്കണം, ദീപാലങ്കൃതമായിട്ടുള്ള ഒരു ക്ഷേത്രാങ്കണം. അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ റോഡിലൊക്കെ തന്നെ ഒരുപാട് ഭക്തർ അങ്ങനെ പൊങ്കാല അർപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ക്ഷേത്രാങ്കണത്തിനുള്ളിൽ ഉള്ള കാഴ്ച മാത്രമാണ് കണ്ടത്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഭക്തരെ കാണാൻ സാധിക്കുക. അതായത് റോഡിന് ഇരുവശവും അവർക്ക് പൊങ്കാല ഇടുവാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവരങ്ങനെ ആ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ഈ കിലോമീറ്ററുകളോളം റോഡുകളിൽ പൊങ്കാല ഇടുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടെ നമുക്ക് കാണാം. അങ്ങനെ ഓരോ ഭക്തരും ഭക്തിയോടുകൂടി ഇവിടെ പൊങ്കാല അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഈ ഓരോ റോഡുകളിലും, അതായത് നമ്മൾ കാണുന്നത് പോലെ തന്നെയാണ്. കിലോമീറ്ററുകളോളം അവരങ്ങനെ പൊങ്കാല ഇടുകയാണ്. വീടുകൾക്ക് മുൻപിലായാലും വിവിധ ദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നവരാണെങ്കിലും അവരൊക്കെ തന്നെ ഭക്തിയുടെ നിറവിലാണ്. എന്തായാലും കുഞ്ഞുങ്ങളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അമ്മമാരോടൊപ്പം ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അമ്മ പൊങ്കാല ഇട്ട് കഴിഞ്ഞോ? ഇല്ല ഇട്ടോണ്ടിരിക്കുക പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ നേരത്തെ തന്നെ പങ്കെടുക്കാറുണ്ട് പൊങ്കാല? ഉണ്ട്. ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ അമ്പലത്തിൽ പൊങ്കാല ഇടാറുണ്ട്. അന്നൊക്കെ എങ്ങനെയായിരുന്നു ഈ പൊങ്കാല? ഇത്രയധികം ആളുകളുണ്ട്? ഉണ്ടായിരുന്നു, അന്നും ഉണ്ട്. ഇത്രയൊക്കെ ആൾക്കാർ ഉണ്ട്, ഇന്നും ഉണ്ട്. അത് തന്നെയാണ് അന്നും ഇന്നും ഈ ക്ഷേത്രത്തിന്റെ പൊങ്കാല അർപ്പിക്കുവാൻ എത്തുന്നത് ഒരുപാട് പേരാണ് എന്നുള്ള കാര്യം ഇവിടെയുള്ള അമ്മമാരൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. സന്ധ്യാസമയത്ത് ആ പൊങ്കാല അത് കാണുവാൻ തന്നെ വളരെയധികം വ്യത്യസ്തമാർന്ന പൊങ്കാല എന്ന് പറയുമ്പോൾ, ചന്ദ്രപ്പൊങ്കൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ സന്ധ്യ മയങ്ങുന്ന നേരത്ത് അമ്മയ്ക്ക് അർപ്പിക്കുന്ന പൊങ്കാലയാണ്. ആ പൊങ്കാലയുടെ ദൃശ്യങ്ങളാണ്. അങ്ങനെ ഓരോ റോഡുകളിലും അങ്ങനെ ആ അടുപ്പിൽ നിന്നും അഗ്നി ഇങ്ങനെ ഉയരുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. എന്തായാലും ക്ഷേത്രാങ്കണം വളരെയധികം ഭക്തിസാന്ദ്രമാണ്. ക്ഷേത്രാങ്കണം മാത്രമല്ല 5 കിലോമീറ്ററുകളോളം അങ്ങനെ വിവിധ ഇടങ്ങളിലായി പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. മറ്റ് സഹായങ്ങൾ, ഭക്തർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുവാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. എന്തായാലും അങ്ങനെ കൂനമ്പായിക്കുളത്ത് അമ്മയ്ക്ക് മുന്നിൽ ഭക്തിയോടുകൂടി ഓരോ ഭക്തരും പൊങ്കാല അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭദ്രദീപം ഒരു 6 മണിയോടുകൂടി തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഭദ്രദീപം കൊളുത്തിയത് ഡോക്ടർ ജയശ്രീകുമാർ, അതോടൊപ്പം തന്നെ ഡോക്ടർ നീന അശോകൻ എന്നിവരൊക്കെ ചേർന്നാണ്. പിന്നീട് ബ്രഹ്മശ്രീ കുമരകം ജിതിൻ ഗോപാൽ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചു. ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നതോടുകൂടി തന്നെ ഈ ചുറ്റുമുള്ള ക്ഷേത്രാങ്കണത്തിലുള്ള അടുപ്പുകളിലേക്ക് കൂടെ ഈ അഗ്നി പകർന്നുകൊണ്ട് അങ്ങനെ പൊങ്കാല ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോ കലങ്ങളിൽ നിന്നും, അതായത് ഈ കലങ്ങളിൽ നിന്നും ഉയരുന്ന പൊങ്കാല എന്ന് പറയുമ്പോൾ, ഈ പൊങ്കാല ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോൾ അവരുടെ മനസ്സും ഭക്തിയാൽ നിറഞ്ഞൊഴുകുകയാണ്. അവരോരോരുത്തരും അങ്ങനെ കൂനമ്പായിക്കുളത്ത് അമ്മയെ അകതാരിൽ വെച്ചുകൊണ്ട് ആ മനസ്സിൽ അങ്ങനെ ഓർത്തുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന പൊങ്കാലയാണ്. അതിൽ ജാതി ഭേദ മത വർഗ വർണ്ണമന്യേ തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരുപാട് ഭക്തർ, അവരുടെ എല്ലാ വർഷത്തെയും കാത്തിരിപ്പ് തന്നെയാണ് ഈ ചന്ദ്രപ്പൊങ്കൽ എന്ന് പറയുന്നത്. നമുക്കറിയാം എല്ലാ കാലങ്ങളിലും അമ്മമാരൊക്കെ ഈ പൊങ്കാല അർപ്പിക്കാൻ അങ്ങനെ കാത്തിരിക്കും. അവരോരോ ദിവസവും അങ്ങനെ ഈ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ തയ്യാറെടുപ്പുകൾ ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയായിരിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളിലായിരിക്കും ഈ വീട്ടിലെ അമ്മമാരൊക്കെ. ആ വിറകും അതോടൊപ്പം തന്നെ അതിനു വേണ്ട സാധനങ്ങളും, ഈ പൊങ്കാലയ്ക്ക് വേണ്ട അരിയും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് അവർ ഓരോരുത്തരും അങ്ങനെ കാത്തിരുന്ന് ചിലപ്പോഴൊക്കെ ആദ്യം, അതായത് ക്ഷേത്രാങ്കണത്തിലേക്ക് എത്താൻ തന്നെ അവർ ആദ്യം എത്തിയിരിക്കും. ഇവിടെ ആദ്യ വരിയിൽ തന്നെ എത്തിയിരിക്കും. അതിനുശേഷം അങ്ങനെ മണിക്കൂറുകളോളം കാത്തിരുന്നു കൊണ്ടാണ് ഈ പൊങ്കാലയുടെ ഭാഗമാകുന്നത്. അപ്പോൾ റോഡിന് ഇരുവശവും അങ്ങനെ അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ട്. അമ്മ പൊങ്കാല അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുകയാണല്ലോ. എല്ലാ തവണയും ഇവിടേക്ക് എത്തുമ്പോൾ ഈ തിരക്ക് അനുഭവപ്പെടാറുണ്ട്? 2-3 വർഷം കൊണ്ട്
അർപ്പിക്കുന്നുണ്ട്. ഈ തിരക്ക് തന്നെ അമ്മയ്ക്ക് എപ്പോഴും തിരക്കാണ്. അപ്പൊ പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ രാവിലെ ആരംഭിച്ചു എങ്ങനെയാണ്? ഇല്ല രാവിലെ ഒന്നും ഇല്ല, 5 മണി കഴിഞ്ഞ് നമ്മൾ വന്ന് ആരംഭിക്കും. വീട്ടിൽ നിന്നൊക്കെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് നേരത്തെ ഉണ്ട് പെരുമണ വീട്. അങ്ങനെ ഉത്സവം വരുമ്പോ കാത്തിരിക്കും പൊങ്കാലയ്ക്ക് വേണ്ടി. പൊങ്കാലയ്ക്ക് വരും. അങ്ങനെ കുനമ്പായിക്കുളത്ത് അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കുന്ന ഭക്തരാണ് നമ്മളോടൊക്കെ സംസാരിക്കുന്നത്. അവരങ്ങനെ ഓരോ അടുപ്പുകളും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അങ്ങനെ പായസം വെക്കുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ പൊങ്കാല അർപ്പിക്കുന്നവരുണ്ട്. പായസമാണോ? അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊങ്കാല അർപ്പിക്കാൻ ഈ സന്ധ്യാസമയമാണല്ലോ ഇവിടെ എത്തുക. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ രാവിലെയാണല്ലോ, ഇവിടെ മാത്രമാണല്ലോ ഇങ്ങനെ ഒരു പ്രത്യേകത. ചന്ദ്ര പൊങ്കാല ആയതുകൊണ്ട് വൈകുന്നേരത്ത് അതങ്ങനെ. അപ്പോൾ ഈ ക്ഷേത്രത്തിന് ഏറെ പ്രത്യേകത ഒക്കെ ഉള്ള ക്ഷേത്രമാണല്ലോ. ഞങ്ങൾക്കെല്ലാം നല്ല പ്രത്യേകത തന്നെ. ഞങ്ങളിവിടെ കുറേ കാലം കൊണ്ട് ഞങ്ങളിവിടെ വരുന്നു. ഞങ്ങൾക്കെല്ലാ കാര്യങ്ങളും ഒത്തിരിയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി.